ഹലോ, ഇന്ന് ഞങ്ങൾ പോകുന്നതേ അസീസിയ ഫാം കൺവെൻഷൻ സെൻറ്ററിലേക്കാണ് കേട്ടോ. ഈ പേരിൻ്റെ പോലെ തന്നെ ഒരു ഫാമോട് കൂടിയിട്ടുള്ള ഒരു കൺവെൻഷൻ സെൻറ്ററാണ് കേട്ടോ ഇത്. ഇവിടെ അടിപൊളിയായിട്ടുള്ള ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു എക്സ്പോ നടക്കുന്നുണ്ട്. മോൻ്റെ സ്കൂളിൻ്റെ അടുത്തായതുകൊണ്ട് മോൻ്റെ സ്കൂളിൽ നിന്ന് ഇതിൻ്റെ ഒരു നോട്ടീസ് കിട്ടിയപ്പോൾ എന്തായാലും പോകണം എന്ന് കരുതിയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ. ഫാമിൻ്റെ കാര്യം അറിയാമെന്നെങ്കിലും കൺവെൻഷൻ സെൻറ്ററിൻ്റെ കാര്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ കണ്ടോ, ചേച്ചിമാർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഫുള്ളി ഓർഗാനിക്കഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ അവിടെ അവർ സെയിലിന് വെച്ചിരുന്നുണ്ടായിരുന്നു. ഫുഡ് ഐറ്റം മാത്രമല്ല കേട്ടോ, ഈ മുളക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് കിച്ചൺ ഐറ്റംസ് നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടോ. ഞാൻ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും കൂടി നമ്മൾ വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ചേച്ചിമാർ സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യുന്ന ഈ കുഞ്ഞു സംരംഭങ്ങളിലെ അതൊക്കെ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കണ്ടേ. അതിനൊക്കെ ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങേരുടെ ചിരിക്ക് പിന്നിൽ ഈ കാണുന്ന ഈ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. ഈ കാണിച്ച കൂപ്പണിലെ ഒരു മാജിക് ഷോയുടെ ആണ് കേട്ടോ. ഈ ഓഗസ്റ്റ് 3-ാം തീയതി അവിടെ നടക്കാൻ പോകുന്ന ഷോയുടെ ആണ്. ഈ എക്സ്പോയിൽ പങ്കെടുത്തിട്ടുള്ള പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അവർ ഈ കൂപ്പൺ കൊടുക്കുള്ളൂ. നമ്മുടെ അവളുടെ മെയിൻ ഉദ്ദേശം തന്നെയായിരുന്നു. എക്സ്പോ കണ്ടു കഴിഞ്ഞിറങ്ങിയിട്ട് അവരുടെ തന്നെ അതേ കോമ്പൗണ്ടിലുള്ള ഫാമിലേക്കാണ് കേട്ടോ ഞങ്ങളിനി അടുത്തത് പോകുന്നത്. പട്ടുനൂൽപ്പുഴു പട്ടുണ്ടാക്കുന്നതേ നമ്മൾ എത്ര പേര് നേരിൽ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ മോൻ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. ഇവിടെ കാണുന്ന എല്ലാ ചെടികളുണ്ടല്ലോ നമുക്ക് അവരുടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അത് 50% ഓഫറോട് കൂടിയിട്ടാണ് ഞങ്ങൾ പോയി എന്നവർ കൊടുക്കുന്നുണ്ടായിരുന്നത്. നമുക്കെല്ലാവർക്കും ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമാണല്ലേ ഫുഡിന്. ഞാനടക്കം നമ്മളിൽ പലരും ഉണ്ടല്ലോ, ടേസ്റ്റുള്ള ഫുഡ് കഴിക്കുമ്പോൾ അത് ഹെൽത്തിയുള്ള ഫുഡായിരിക്കണമെന്ന് പകുതി ആൾക്കാർ ചിന്തിക്കാറില്ല കേട്ടോ. ഇവിടെ കാണുന്ന ഒട്ടുമിക്ക ഫ്രൂട്ട്സ് ആയിക്കോട്ടെ വെജിറ്റബിൾസ് ആയിക്കോട്ടെ എല്ലാം സെയിലിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിന് അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഔട്ട്ലെറ്റുകളും കൂടി ഉണ്ട്. ഇത്രയും വലിയൊരു ഫാമിൽ കൂടെ, അതും ഓർഗാനിക് ആയിട്ടുള്ളൊരു ഫാമിൽ കൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ അടിപൊളി ഫീലായിരുന്നു കേട്ടോ. അത്രയും ഭംഗിയായിട്ടാണ് അവരിത് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ മാർക്കറ്റിൽ കണ്ടുവരുന്ന റംബൂട്ടാൻ, ഡ്രാഗൺ ഫ്രൂട്ട്, മാംഗോസ്റ്റീൻ എല്ലാത്തിൻ്റെയും കൃഷി അവരവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡിൻ്റെ പുറകെ പോകുമ്പോൾ അത് ഹെൽത്തി കൂടിയാണെന്ന് നോക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബൈ.